എനിക്ക് വയ്യ എന്റെ മക്കളെ. ജയ് ജയ് ചിന്താബ, ഞമ്മന്റെ വേടൻ ചിന്താബ, ഞമ്മന്റെ വേടനെ തരൂ, ഞമ്മന്റെ വേടന്റെ പാട്ട് തരൂ, ഞമ്മക്ക് ദാ ഇങ്ങനെ 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 കോറിപ്പിടിക്കുന്നു. എന്തൊക്കെയായിരുന്നു വേടൻ, കാടൻ, മാടൻ, എക്സൈസിന്റെ വക കഞ്ചാവ് കേസ്, പിന്നെയോ വന്യജീവിയുടെ അതല്ലെങ്കിൽ പുലിനകം ധരിച്ചതിന് നമ്മുടെ ഫോറസ്റ്റുകാരുടെ കേസ്. ഇപ്പൊ താങ്കൾ അവസാനം പോലീസും കേസ് എടുത്തിട്ടുണ്ട്. തൃക്കാക്കര പോലീസാണ് കേസ് എടുത്തിട്ടുള്ളത്. ചില്ലറ കാര്യത്തിനൊന്നല്ല, യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത പരാതിയിൽ കൃത്യമായിട്ട് തെളിവ് സഹിതമാണ് കേസെടുത്തിട്ടുള്ളത്. നോക്കൂ, നമ്മുടെ പെൺമക്കളടക്കമുള്ള കുട്ടികളൊക്കെ മാതൃകയാക്കിക്കൊണ്ട് ഇവന്റെ ഈ വേടന്റെ പാട്ട് കേൾക്കാം, വേടനെ ഞങ്ങൾക്ക് വേണം, വേടൻ നിരപരാധിയാണ്, വേടനെ വെളുപ്പിച്ചെടുക്കണം ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടികളെയൊക്കെ കെട്ടിത്ത് എറിഞ്ഞ് പുറത്തോട്ട് വിടുന്ന തന്തയെയും തള്ളയെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ചോദിക്കാൻ പറ്റുന്ന വലിയ സമയമാണ്. കാരണം ഒരു സഖാവിന്റെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് അത് ഒന്ന് ബലാത്സംഗ വീരനായിരിക്കണം, തട്ടിപ്പ് വെട്ടിപ്പ് എല്ലാം അറിയിരിക്കണം, പച്ച നുണകൾ പറയാൻ പറ്റണം, പിന്നെയോ മദ്യം മയക്കുമരുന്ന് ഇതിന്റെയൊക്കെ സ്ഥിരം ഉപയോക്താവും പിന്നെയോ വിൽക്കുന്നവനുമായിരിക്കണം. അത് നമ്മുടെ ചെഗുവേര കാണിച്ചു കൊടുത്ത മാതൃകയാണ് കഞ്ചാവടിയൻ ചെഗുവോളി. എന്തായാലും കഞ്ചാവോളിയെ പിടിച്ചിരിക്കുന്നു, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. മറ്റൊന്നിനുമല്ല, ബലാത്സംഗ കേസിലാണ്. കേസ് വരുന്നത് ചില്ലറ കേസൊന്നും അല്ല മക്കളെ. വരുന്നത് എങ്ങനെയെന്ന് അറിയാമോ? റാപ്പർ വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായി പരാതി. യുവ ഡോക്ടറുടെ പരാതിയിൽ കൊച്ചി തൃക്കാക്കര പോലീസ് കേസെടുത്തു. 2021 ഓഗസ്റ്റ് മാസം മുതൽ 2021 മാർച്ച് മാസം വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചു, അതായത് ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. IPC 376(2) വകുപ്പ് അനുസരിച്ച് ഒരേ സ്ത്രീയെ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡനം എന്ന് പരാതിയിൽ പറയുന്നു. തുടർച്ചയായ പീഡനശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് വേടൻ പിന്മാറി. വേടൻ പിന്മാറ്റം തന്നെ ഡിപ്രഷനിലേക്ക് നയിച്ചുവെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും നാൾ പരാതി നൽകാതിരുന്നത് എന്ന് യുവതി പോലീസിനോട് വ്യക്തമാക്കി. അതിനിടെ പീഡന പരാതി തനിക്കെതിരെയുള്ള ആസൂത്രിത നീക്കം എന്ന് ഞമ്മന്റെ റാപ്പർ ബലാത്സംഗ വീരൻ കഞ്ചാവോളി ഈ വേടൻ പ്രതികരിച്ചു. നേരത്തെ മീടു ആരോപണം ഉയർന്നതിന് പിന്നാലെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കേസിനെ നിയമപരമായി നേരിടും. കേസുമായി ബന്ധപ്പെട്ട സൂചന നേരത്തെ ലഭിച്ചിരുന്നു. ആസൂത്രിത നീക്കത്തിന് സാധ്യത ഉണ്ടെന്നൊക്കെയാണ് ഞമ്മന്റെ വേടൻ പറയുന്നത്. ഇനി വേടനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പിണറായി സഖാവ് ഇറങ്ങുമെന്നുള്ളത് നമ്മൾക്കറിയാം. പോലീസ് സംവിധാനത്തെ പൂർണ്ണമായിട്ട് ഇറക്കുമെന്ന് നമ്മൾക്കറിയാം. അതിനുവേണ്ടി നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന ആ ഒരു LP സ്കൂൾ തലം മുതലുള്ള കുട്ടികളെ ഇറക്കാനും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഗുണ്ടാ ശിവൻകുട്ടി ഇറങ്ങുമെന്ന് നമ്മൾക്കറിയാം. നോക്കൂ, ഇതിന്റെ FIR-ന്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കോപ്പിയിൽ ആ സ്ത്രീ വ്യക്തമാക്കിയിട്ടുണ്ട്, ആ യുവ ഡോക്ടർ വ്യക്തമാക്കിയത് എങ്ങനെയെന്ന് അറിയാമോ? ഇങ്ങനെയാണ് പറയുന്നത്: പ്രതിക്ക് ആവലാതിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടും കൂടി 2021 ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം ആവലാതിക്കാർ താമസിച്ചിരുന്നത്, അതായത് സ്ത്രീ പെൺകുട്ടി MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവലാതിക്കാരിയെ ഫ്ലാറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് മാറ്റിവെക്കാം. പ്രതി ആവലാതിക്കാരിയെ ബലാത്സംഗം ചെയ്യും, തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പ്രതി ആവലാതിക്കാരിയെ വീണ്ടും തീയതിയൊക്കെ പറയുന്നുണ്ട്, പിന്നെയും അതിന്റെ സ്ഥലമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അത്തരത്തിൽ ഈ പെൺകുട്ടിയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേടൻ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. എന്തിനെന്നറിയാമോ? ഈ വേടൻ എന്തൊരു സോഷ്യൽ മീഡിയയിൽ എന്തൊരു കാര്യം പറയാനുണ്ട്, ഈ കുട്ടിയുമായിട്ട് ഫേസ്ബുക്കിലൂടെ അതോ ഇനി ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഈ കുട്ടി ഈ വേടനെ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടപ്പോൾ തന്നെ വേടന് മനസ്സിലായി, കുഴപ്പമില്ലാത്ത ആളാണ് എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ വേടൻ ഈ കുട്ടിയെ കാണണം എന്നൊരു ദിവസം പറയുന്നു. അങ്ങനെ ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റലല്ല, ഈ കുട്ടി തനിയൊരു വീട് എടുത്തിട്ടാണ്, സ്റ്റേ ചെയ്തിട്ടാണ് കോഴിക്കോട് MBBS ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുന്നു ഫ്ലാറ്റിലേക്ക്. അതിനുശേഷം ഈ പെൺകുട്ടിയുമായി സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് ഈ പെൺകുട്ടിയോട് തന്റെ ഇഷ്ടം അറിയിക്കുന്നു. അങ്ങനെ ഒരു ഉമ്മ വെക്കട്ടെ എന്ന് ചോദിക്കുന്നു. നമ്മുടെ പെൺകുട്ടി പ്രണയ പരിവശയായിട്ടുള്ള പെൺകുട്ടി ഉമ്മ വെക്കാൻ സമ്മതിക്കുന്നു. ഉമ്മ വെക്കാൻ സമ്മതിച്ചതോടുകൂടി ഇവരെ പിടിച്ച് ബെഡിലേക്ക് ഇട്ട് ബലാത്സംഗം ചെയ്യുകയാണ് ഞമ്മന്റെ വേടൻ. നമ്മുടെ ഇവിടുത്തെ LP സ്കൂൾ മുതലുള്ള ഹൈസ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ കൺകണ്ട ദൈവമായിട്ടുള്ള ആരാധനാ പാത്രമായിട്ടുള്ള നമ്മുടെ വേടൻ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയാണ്. കൃത്യമായിട്ടുള്ള തെളിവ് സഹിതമാണ് പരാതി വന്നിരിക്കുന്നത്. അത് തൃക്കാക്കര പോലീസിന് ഇവനെ പൊക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം സഖാക്കന്മാരുടെ ഏറ്റവും വലിയ യോഗ്യത എന്നത് തന്നെയാണ് പീഡനം, ബലാത്സംഗം ഇത്യാദി ക്രിയകളൊക്കെ. അതുകൊണ്ട് ഒരു സഖാവ് മറ്റൊരു സഖാവിനെ പൊക്കുമോ എന്ന് സംശയമുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. വേടൻ എന്ന് പറയുന്ന ഈ കഞ്ചാവോളിയെ കഞ്ചാവ് സഹിതം പിടിക്കപ്പെട്ടപ്പോൾ അവനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പിണറായി എന്ന് പറയുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അയാളുടെ സദസ്സിലേക്ക് കൊണ്ടുവരികയും വ്യത്യസ്ത അവാർഡുകളൊക്കെ നൽകുകയും ചെയ്തു. ഇനി അത് മാത്രമാണോ? അല്ലെന്ന്. പിന്നെയോ
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ കഞ്ചാവോളി ഈ ബലാത്സംഗ വീരന്റെ പാട്ടും ഇവന്റെ ആ വരവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാഠ്യ വിഷയമാക്കി, പഠന വിഷയമാക്കി ഈ യൂണിവേഴ്സിറ്റികളിലൂടെ കുട്ടികളെ പഠിപ്പിക്കാൻ വരെയുള്ള തീരുമാനമെടുത്തു. അതിനെതിരെയൊക്കെ സംഘ BJP അതല്ലെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങളും ഭാരതത്തിന്റെ സംസ്കാരം പേർന്ന് നമ്മളൊക്കെ പ്രതികരിച്ചപ്പോൾ അതിനെതിരെ സഖാക്കന്മാർ രംഗത്ത് വന്നുകൊണ്ട് ഇത് പഠിപ്പിച്ചേ തീരൂ, ഞങ്ങൾ പഠിപ്പിക്കുമെന്നും പറഞ്ഞു. ഇനി നമ്മുടെ ബലാത്സംഗ വീരന്റെ ബലാത്സംഗ കുൽസിതങ്ങൾ കൂടി യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടുത്തുമോ മാമന്മാരെ എന്ന് ആരും ചോദിക്കല്ലേ. ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മതേതരം തകരും, വർഗീയതയാവും, ചോദിക്കുന്നവന് ജയിലിലിടും. പിന്നെയോ ഈ ബലാത്സംഗം ചെയ്ത ഈ കൊടും ക്രിമിനലിനെ തുറന്നു വിടും. അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവന്റെ പിറകെ പാഞ്ഞു നടക്കുന്ന നമ്മുടെ യുവ തലമുറയുണ്ടല്ലോ, അതിലുള്ള പെൺകുട്ടികളെയാണ് നമ്മൾ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ആ പെൺകുട്ടികളുടെയൊക്കെ തന്തയും തള്ളയും ഒക്കെ ഉണ്ടല്ലോ. കാരണം ഇവന് സ്ത്രീ എന്നാൽ ഇവന് ഭോഗിക്കാൻ, ഇവന് ബലാത്സംഗം ചെയ്യാൻ, ഇവന് പീഡിപ്പിക്കാൻ കാമ കണ്ണോടുകൂടി മാത്രം കാണുന്ന ഒരു ക്രിമിനൽ ആണ് ഇവനെന്ന് മീട്ടു ആരോപണം മുതൽ ഈ അവസാനത്തെ ഈ ബലാത്സംഗ കേസ് വരെ തെളിയിച്ചിട്ടും തങ്ങളുടെ പെൺമക്കൾ ഇവന് പിറകെ ഓടുന്നു എന്നുണ്ടെങ്കിൽ അതിന് കുറ്റക്കാർ അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. ഒരിക്കലും എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയും ഒരു പെണ്ണും ഈ ഒരു പെൺകുട്ടിയും എത്ര ഉണ്ടെങ്കിൽ പോലും ഇവന്റെ പിറകെ ഓടില്ല. അത്തരത്തിൽ ഓടുന്ന പെൺകുട്ടികളെയൊക്കെ ഇനി ഏത് രീതിയിലാണ് നമ്മൾ കാണേണ്ടത്? വലിയ ചോദ്യം തന്നെയല്ലേ. കാരണം ഇത്ര കണ്ട് കാമം മൂത്ത് നടക്കുന്ന സ്ത്രീകളെല്ലാം കൃഷിയിടമാണെന്ന് കണ്ടു നടക്കുന്ന ഇസ്ലാമിക ജിഹാദികളുടെ ആ കിതാബിലൂടെ പഠിച്ചു വളർന്ന് തന്റെ പെറ്റ നാടിനെ ഒറ്റുകൊടുക്കുന്ന രീതിയിൽ, തന്റെ രാജ്യത്തെ നാണം കെടുത്തുന്ന രീതിയിൽ പാട്ടും പാടി നടക്കുക, അതിലൂടെ 4 നക്കാപ്പിച്ച ജിഹാദികൾ എറിഞ്ഞു കൊടുക്കുന്ന ലക്ഷക്കണക്കിന് രൂപ നക്കിക്കൊണ്ട് ജീവിക്കുക, പിന്നെയോ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളെ സുഖിപ്പിക്കുക വഴി അതിലൂടെ ഞാനൊരു സഖാവാണെന്നും പറഞ്ഞു നടന്ന് സഖാക്കന്മാർ അഭിമാനം കൊള്ളുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നമ്മൾക്ക് മാത്രമാണ്. കാരണം ഒരു സ്ത്രീയെ കാണുമ്പോൾ ആ സ്ത്രീയെ കാമം തീർക്കാനുള്ള, ബലാത്സംഗം ചെയ്യാനുള്ള, പീഡനം ചെയ്യാനുള്ള കാമഭോഗത്തോടു കൂടി സമീപിക്കുന്ന ഒരുത്തന്റെ പിറകെ നമ്മുടെ മക്കൾ ഓടുന്നുണ്ടെങ്കിൽ ആ നമ്മളിലുമുണ്ട് കുറ്റം. ആ രക്ഷിതാക്കളെ ഏത് രീതിയിലാണ് ജനം കാണുക എന്ന് ഓരോ മലയാളിയും മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൂടെയൊക്കെ പഠിക്കാൻ വേണ്ടി കാത്തിരുന്ന ആളുകൾക്ക്, കുഞ്ഞു മക്കളടക്കമുള്ള ആളുകളുടെ മുമ്പിലേക്ക് ഇനി വിലങ്ങണിയിച്ച് ഇവനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ മക്കളൊക്കെ ഇത് താങ്ങുമോ എന്ന് നമ്മൾക്ക് അറിയില്ല മക്കളെ. എന്തായാലും എന്റെ കുടുംബത്തിൽ അത്തരത്തിൽ ഒരു പെൺകുട്ടി ഇല്ല എന്നുള്ളത് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും. അതുള്ളത് ഈ സഖാക്കന്മാരുടെ കുടുംബത്തിലാണ് എന്നുള്ളതും ഇസ്ലാമിക ജിഹാദികളുടെ കുടുംബത്തിൽ ഇല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പരിധി വരെ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഇല്ല, ആകെയുള്ളത് ഹിന്ദു കുടുംബങ്ങളിൽ മാത്രമാണ്. എന്തായാലും തൃക്കാക്കര പോലീസിന് എന്ത് നടപടിയെടുക്കുമെന്ന വലിയൊരു ചോദ്യത്തിന് മുൻപിൽ തന്നെയാണ് പ്രബുദ്ധരായിട്ടുള്ള, യഥാർത്ഥ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ കാത്തിരിക്കുന്നത്. ആ യഥാർത്ഥ പ്രബുദ്ധരെ നിങ്ങൾ ചാണകം അതല്ലെങ്കിൽ സംഘി BJP തീവ്രവാദി എന്നൊക്കെ വിളിക്കുമായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരത്തോടു കൂടി ഞങ്ങളുടെ മക്കളെ വളർത്തുന്നത് കൊണ്ട് ഞങ്ങളുടെ മക്കൾ ഒരിക്കലും ഒരു ബലാത്സംഗ വീരന്റെ പിറകെ പോവില്ല. ഒരു ഇസ്ലാമിക ജിഹാദി മുക്കാല് കാണിക്കുമ്പോഴേക്കും അവന്റെ മുക്കാലും നോക്കി ഓടില്ല എന്നുള്ളത് നട്ടലോടുകൂടി ഉറപ്പോടുകൂടി പറയാൻ പറ്റും. അതാണ് ഞങ്ങളുടെ സംസ്കാരം. അതിന് നിങ്ങൾ സംഘി എന്നോ BJP എന്നോ ഹിന്ദു തീവ്രവാദി എന്നോ ഒക്കെ വിളിച്ചോ, പക്ഷെ നിന്റെയൊക്കെ സംസ്കാരം, നിന്റെയൊക്കെ മക്കൾ ഏത് രീതിയിൽ ഇതുപോലെയുള്ള ബലാത്സംഗ വീരന്മാരുടെ കഞ്ചാവോളികളുടെ പിന്നാലെ ഓടുന്നു എന്നുള്ളത് ലോകം കാണുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ഈ പറയുന്ന ചെറുവിരലില്ലാത്തവനെ കുറ്റം പറയുന്ന, കൈയില്ലാത്തവൻ കുറ്റം പറയുന്നു എന്ന പോലെ തന്നെ കൈയില്ലാത്ത നീയാണ് ചെറുവിരലില്ലാത്ത ഞങ്ങളെ കുറ്റം പറയുന്നത് ഓർത്താൽ നന്ന്. നീ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലും നിന്റെ ദേഹത്തോട്ടാണ് എന്ന് മനസ്സിലാക്കുക. എന്തായാലും കൃത്യമായിട്ടും നമ്മൾ പറയുന്നു, വീണ്ടും വീണ്ടും ഉറക്കെ പറയുന്നു, പെണ്ണിനെ കാമത്തോടെയും ഭോഗം ചെയ്യാൻ വേണ്ടി മാത്രം കാണുന്ന സംസ്കാരം പഠിച്ചിട്ടുള്ള ആ സംസ്കാരം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക ജിഹാദികൾ കീ കൊടുത്ത് ഇറക്കിയിട്ടുള്ള ഇവന്റെ യഥാർത്ഥ മദ്രസ സ്വഭാവം, ഇസ്ലാമിക സുഡാഫി വർഗത്തിന്റെ ആ സ്വഭാവം പോലെ തന്നെ പുറത്തു വന്നത് കണ്ടിട്ടും ആഹ്ലാദത്തോടെ അവനെ നെഞ്ചോട് ചേർക്കാൻ വെമ്പുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇവരെ വീട്ടിൽ 2 ദിവസം കൊണ്ടുപോയി നിർത്തുക, എന്നിട്ട് അവന്റെ സൂക്കേടൊക്കെ മാറ്റിക്കൊടുക്കാനുള്ള ആ സന്നദ്ധതയോട് കൂടിയെങ്കിലും ഇനി ഇവനെ സമീപിക്കുക. കാരണം അവിടെയും ഇവിടെയും പോയിട്ട് ഓരോരുത്തരെ ബലാത്സംഗം ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇവനെ സ്നേഹിക്കുന്ന, ഇവനെ ആരാധിക്കുന്ന ഓരോ സഖാക്കന്മാരും തയ്യാറായി ഈ കഞ്ചാവോളിയുടെ സൂക്കേട് തീർത്തു കൊടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ജയ് ജയ് ഞമ്മന്റെ വേടൻ, ജയ് ജയ് ഞമ്മന്റെ വേടന്റെ പാട്ട്, ഓ ജയ് ജയ് ഞമ്മന്റെ വേടന്റെ സിലബസ്, ഓ ജയ് ജയ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എന്റെ പൊന്നേ സഖാക്കളെ, നിങ്ങളെ സമ്മതിച്ചു. ഇമാതിരി തൊലിക്കട്ടിയൊക്കെ കണ്ട് എന്റെ നാട്ടിലുള്ള ഒരു കാണ്ടാമൃഗം പോയി ആത്മഹത്യ ചെയ്ത് വെള്ളച്ചാട്ടത്തിന്റെ ആ ഷട്ടർ പൊക്കിയെടുത്ത് ഷട്ടറിനുള്ളിൽ
റോഡിലൂടെ ഊളിയിട്ട ആ വെള്ളത്താട്ടത്തിൽ തല തല്ലി ചത്തിരിക്കുന്നു സഖാക്കന്മാരുടെ വിങ്ങട തൊലിക്കട്ടി കണ്ടിട്ട് എന്ന് ആരും പറഞ്ഞു കളയരുത്. നമ്മുടെ സഖാക്കന്മാർക്ക് അത് ഇഷ്ടപ്പെടില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.